ഏത് തോൾവേദനയിലാണ് ചൂടാക്കരുത് എന്ന് പറഞ്ഞിട്ടുള്ളതെന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ? പ്രത്യേകിച്ചും ആയുർവേദത്തിൽ പിത്ത അനുബന്ധമായ വാദത്തിൽ അല്ലെങ്കിൽ പിത്തത്തോടു കൂടി ചേർന്ന് നിൽക്കുന്ന വാദത്തിന്റെ സ്വഭാവങ്ങൾ കാണിക്കുന്ന തോൾവേദനയിൽ നമ്മൾ ചൂടാക്കാൻ പാടില്ല. അത് ഒരുപക്ഷെ ആധുനിക ശാസ്ത്രത്തിൽ അതിനെ ബർസൈറ്റീസ്, ടെൻഡിനോസിസ് അല്ലെങ്കിൽ ടെൻഡിനൈറ്റിസ് എന്നെല്ലാം പറഞ്ഞു കാണുന്ന അവസ്ഥയിലാവാം. റൊട്ടേറ്റർ കഫ് ഇഞ്ചുറി പോലെയുള്ള അവസ്ഥകളിലാവാം. ഈ അവസ്ഥകളിൽ നമ്മൾ ചൂടാക്കുമ്പോൾ അവിടെ നീർക്കെട്ടിനെ കൂട്ടാനും വേദനയെ കൂട്ടാനും കാരണമാകാം. ഇതെങ്ങനെ തിരിച്ചറിയാൻ നോക്കാം. പ്രത്യേകിച്ച് വേറൊന്നും ശ്രദ്ധിക്കേണ്ടതില്ല. എന്തെങ്കിലും വേദന വരുന്ന സമയത്ത് അവിടെ തൊട്ടാൽ ചൂടുണ്ട് എന്ന് തോന്നുന്ന അവസ്ഥയാണെങ്കിൽ അവിടെ ചൂട് പിടിക്കരുത്, അവിടെ തണുപ്പിക്കുകയാണ് വേണ്ടത്. അവിടെയാണ് ആയുർവേദത്തിൻ്റെ ലേപങ്ങൾക്കും അതേപോലെ തന്നെ ശീത കഷായം കൊണ്ടുണ്ടായിട്ടുള്ള ധാരകൾക്കൊക്കെ പ്രസക്തിയുള്ളത്. അതേ സ്ഥാനത്ത് തന്നെ നമുക്ക് പലപ്പോഴും ലേപങ്ങൾ വെച്ചുള്ള ബാൻഡേജസ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉപയോഗിക്കാം.